ഇടിച്ച് തകർത്ത് പഴയതുവരെ നിരത്ത് വന്നു. അയ്യോ, വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ. ഫിറോസ് വന്നിട്ട് ആ വീട് മൊത്തം ഇടിച്ച് തകർക്കുന്നാ പറയുന്നേ. നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് തങ്കപ്പൻ ചേട്ടൻ, രേഷ്മയുടെ ഡാഡാണേ. ഇനിയിപ്പോ ഈ വീട് ചെയ്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കയറി കളിച്ചു എന്നൊന്നും പറഞ്ഞേക്കല്ലേ എന്റെ പൊന്നു രേഷ്മ മോളെ. കാരണം നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ആ ഇന്റർവ്യൂ എടുത്ത് ഞങ്ങൾ ഇതാ റിയാക്ട് ചെയ്യാൻ പോവുകയാണേ. ആദ്യം തന്നെ പെർമിഷൻ ഗ്രാൻഡഡ് ആണേ അല്ലെ? എന്തോ ആവട്ടെ, എന്തായാലും കൊള്ളാം അല്ലെ. അട്ടയിൽ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ ആ മെത്തയിലത് കിടക്കില്ല. കാരണം അതിനത് ശീലമില്ല എന്നുള്ളതാണ്. ഇവിടെ രേഷ്മയുടെ ഭർത്താവിന്റെ മക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു. ആ വീട് വെച്ചു കൊടുത്തതോട് കൂടിയിട്ട് ഒരു നല്ല മനുഷ്യന് ഇത്ര അധികം പഴി കേൾക്കേണ്ടി വന്നത് വല്ലാത്തൊരവസ്ഥയാണല്ലേ. ആ അവസ്ഥയിലൂടെ നമുക്ക് കടന്നുപോയാലോ, ആ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാലോ. അപ്പൊ തങ്കപ്പൻ ചേട്ടൻ റോക്കാണ്. തങ്കപ്പൻ ചേട്ടന്റെ റോക്ക് ഒന്ന് കേൾക്കാം കേട്ടോ. ഇത്രമാത്രം വായിൽ നാവുള്ളൊരു മനുഷ്യന് അധ്വാനിച്ച് മകൾക്ക്